സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ മേഖലകളിലൊന്നാണ് കോളിവുഡ് എന്നറിയപ്പെടുന്ന തമിഴകം. പക്ഷേ 2024 അവർക്കത്ര മികച്ച വർഷമായിരുന്നില്ല. വർഷം പാതി പിന്നിടുമ്പോൾ 150ഓളം ചിത്രങ്ങൾ റിലീസായിട്ടും 6 ചിത്രങ്ങൾ മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. മഹാരാജ എന്ന വിജയ് സേതുപതിയുടെ 50ാമത് ചിത്രം മാത്രമാണ് തമിഴിൽ വിജയക്കൊടി പാറിച്ചത്. ബാക്കി എല്ലാ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ തകർന്നുപോയി. ഉലകനായകൻ കമലഹാസന്റെ ഇന്ത്യൻ 2 അടക്കം വമ്പൻ നഷ്ടമാണ് തമിഴ് സിനിമയ്ക്ക് സമ്മാനിച്ചത്. മറ്റൊരു സൂപ്പർ താര ചിത്രമായ ധനുഷിന്റെ രായൻ വലിയ കേടുപാടുകൾ കൂടാതെ ബോക്സ് ഓഫീസ് കടന്നു പോകുകയാണ് ചെയ്തത്. വലിയ പ്രതീക്ഷയോടെ എത്തിയ വിക്രം ചിത്രം തങ്കലാൻ കണ്ടന്റിൽ മികച്ചു നിന്നപ്പോൾ തിയേറ്ററുകളെ നിറയ്ക്കാൻ പ്രാപ്തമായിരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ കഥകളാണ്. യഥാർത്ഥത്തിൽ തമിഴ് സിനിമയുടെ 2024 വർഷം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ഒരുപിടി സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളാണ് ഇനി കോളിവുഡിലേക്ക് എത്തുന്നത്. വരാനിരിക്കുന്ന ആ ചിത്രങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോഡ് എന്ന ചിത്രമാണ് ഇനി ആദ്യമെത്തുന്നത്. ദളപതി വിജയുടെ അവസാന ചിത്രങ്ങളിൽ ഒന്ന് എന്ന ടാഗോടെയാണ് വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോഡ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ലിയോ എന്ന ഇൻഡസ്ട്രി ഹിറ്റിനു ശേഷം വിജയ് നായകനായി എത്തുന്ന ചിത്രം സെപ്റ്റംബർ 5-നാണ് തിയേറ്ററുകളിലെത്തുക. രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചതിനു ശേഷം വിജയ് നായകനായി എത്തുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഗോട്ടിനുണ്ട്. മീനാക്ഷി ചൗധരി, പ്രശാന്ത്, പ്രഭുദേവ, ജയറാം, സ്നേഹ തുടങ്ങിയവരടങ്ങിയ വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത്. ചിത്രത്തിൻ്റെതായി പുറത്തിറങ്ങിയ ട്രെയിലറുകൾക്കും പാട്ടുകൾക്കും മികച്ച സ്വീകരണമല്ല ലഭിച്ചതെങ്കിലും ഗോഡ് ബോക്സ് ഓഫീസിൽ ഭൂകമ്പമുണ്ടാക്കും എന്നുറപ്പാണ്. 300 കോടിക്ക് മുകളിൽ ബജറ്റുള്ള സിനിമ നിലവിൽ ടേബിൾ പ്രോഫിറ്റ് നേടിക്കഴിഞ്ഞുവെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. തകർന്നുപോയ തമിഴ്നാട്ടിലെ തിയേറ്റർ മേഖല ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ദളപതിയുടെ ഈ ഗോട്ടിലാണ്. തമിഴ്നാട്ടിലെ മുഴുവൻ തിയേറ്ററുകളിലും സെപ്റ്റംബർ 5-ന് ഗോഡ് പ്രദർശനത്തിനെത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ കളക്ഷനിൽ തന്നെ പുതിയ റെക്കോർഡ് സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് വിജയും കൂട്ടരും. ഗോട്ടിന് പിന്നാലെ തമിഴകം കാണാൻ പോകുന്നത് 2 സൂപ്പർ താരങ്ങളുടെ ദീപാവലി ക്ലാഷാണ്. സൂര്യയുടെ കങ്കുവായും സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ വേട്ടയ്യനും ഒക്ടോബർ 10-ന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ ക്ലാഷ് റിലീസ് ഒഴിവാക്കാനായി റിലീസ് തീയതികൾ മാറ്റാനുള്ള സാധ്യതകളുമുണ്ട്. സൂര്യനായകനായി എത്തുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായ കങ്കുവ സിരുത്തെ ശിവയാണ് സംവിധാനം ചെയ്യുന്നത്. സൂര്യയുടെ സിനിമാ കരിയറിലെ ഏറ്റവും ചിലവേറിയ ചിത്രമാണ് കങ്കുവ. ടൈം ട്രാവലിലൂടെ കഥ പറയുന്ന പീരിയോഡിക് സയൻസ് ഫിക്ഷൻ സിനിമയാണ് കങ്കുവ. ബോളിവുഡ് താരം ബോബി ഡിയോളാണ് ചിത്രത്തിൽ വില്ലൻ വേഷത്തിലെത്തുന്നത്. 1000 വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന കങ്കുവയിൽ ഒരു യോദ്ധാവായാണ് സൂര്യ എത്തുന്നത്. ചിത്രത്തിന്റെ ട്രെയിലറിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. 2.5 വർഷത്തോളം നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് സൂര്യയും സംവിധായകൻ ശിവയും കങ്കുവയുമായി തിയേറ്ററുകളിലേക്ക് എത്തുക. ജയിലർ എന്ന വമ്പൻ ഹിറ്റിനു ശേഷം സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനാകുന്ന ചിത്രമാണ് വേട്ടയൻ. ജയ് ഭീം എന്ന ക്ലാസിക് ചിത്രമൊരുക്കിയ TJ ജ്ഞാനവേലാണ് വേട്ടയൻ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആക്ഷൻ ത്രില്ലറായ വേട്ടയനിൽ പോലീസ് വേഷത്തിലാണ് രജനീകാന്ത് പ്രത്യക്ഷപ്പെടുന്നത്. മഞ്ജു വാര്യർ നായികയായി എത്തുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലും പ്രധാന വേഷത്തിലെത്തുന്നു. അമിതാഭ് ബച്ചൻ അതിഥി വേഷത്തിലും ചിത്രത്തിലെത്തുന്നുണ്ട്. ചിത്രത്തിൻ്റെതായി പുറത്തിറങ്ങിയ ഗ്ലിംസിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത്. വിജയും സൂര്യയും രജനീകാന്തും എത്തുമ്പോൾ തമിഴകത്തിന്റെ തലയ്ക്കും 2024-ൽ എത്താതിരിക്കാൻ പറ്റില്ലല്ലോ. വിടാമുയർച്ചി എന്ന സിനിമയുമായാണ് അജിത് ഇത്തവണ എത്തുക. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വിടാമുയർച്ചി എത്തുന്നത്. തുനിവ് എന്ന ചിത്രത്തിനു ശേഷം എത്തുന്ന തലയുടെ സിനിമ. തമിഴിലെ മികച്ച ത്രില്ലർ സിനിമകൾ ഒരുക്കിയ മകിഴ് തിരുമേനി വിടാമുയർച്ചയുടെ സംവിധാനം. മങ്കാത്തിക്ക് ശേഷം അജിത്തും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു എന്നതും വിടാമുയർച്ചയുടെ പ്രത്യേകതയാണ്. അർജുൻ സർജ, റെജീന കസാൻഡ്ര, നിഖിൽ സിദ്ധാർത്ഥ എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ദീപാവലി റിലീസായി വിടാമുയർച്ചി എത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് നവംബറിലായിരിക്കും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. ഏതായാലും 4 സൂപ്പർ താര ചിത്രങ്ങളാണ് ഇനി കോളിവുഡിൽ റിലീസ് കാത്തിരിക്കുന്നത്. 2024-ലെ ഇതുവരെയുള്ള കളങ്കങ്ങളെല്ലാം മാറ്റാൻ പുതിയ റിലീസുകൾക്ക് കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം. സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.